മാഷേ, മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയും ഇപ്പോൾ MLA-യുമായിരിക്കുന്ന ആന്റണി രാജു ജെട്ടി മാറ്റി ഒരാളെ രക്ഷിച്ച കേസിൻ്റെ പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. അത് ആന്റണി രാജുവിനെതിരായിട്ടുള്ളൊരു വിധിയും കൂടിയാണ്. അപ്പം LDF സർക്കാർ ആകെ പെട്ട സ്ഥിതിയിലാണുള്ളത്. തങ്ങളുടെ ഒരു MLA തന്നെ ഞങ്ങളാൽ തന്നെ അദ്ദേഹത്തിന് പണി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് നിസ്സാരമാവില്ലല്ലോ. എന്തിനായാലും ഈ ആളുകൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്താണ് ഈ ജെട്ടി, എന്താണ് ഈ ആന്റണി രാജുവിനെ ഇങ്ങനെ ജെട്ടിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ഈ ജെട്ടി കേസ്, ഇനി എന്തായിരിക്കും ഈ ജെട്ടി കേസിൻ്റെ ഭാവി, ആന്റണി രാജു ശിക്ഷിക്കപ്പെടുമോ? ഈ 3 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞാൽ. ഇതിൽ 2-3 കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഒന്ന്, നമ്മുടെ വക്കീലന്മാർക്ക് ബാക്കി ആന്റണി രാജു എന്നൊക്കെ വിട്ടോളൂ, നമ്മുടെ വക്കീലന്മാർക്ക് കേസെടുക്കുന്നതിനുള്ള ഒരു നൈതികത ഉണ്ടല്ലോ. ഇത് കേസ് 90-ലാണ്. 90-ലൊന്നും നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞ് ഡ്രഗ് എന്നൊക്കെ പറയുന്നത് ഇത്രയൊന്നും ജനകീയമായിട്ടില്ല. കെട്ടുകളിവ് മാത്രമുള്ള സമയത്താണ്. അന്നാണ് ഒരു ഓസ്ട്രേലിയൻ പൗരൻ ഇവിടെ സ്വന്തം ജെട്ടിക്കകത്ത് മയക്കുമരുന്നുമായിട്ട് വരുന്നത്. അങ്ങനെ പിടിയിലായ കേസാണ്. ആ കേസ് ഏറ്റെടുക്കാൻ യാതൊരു മടിയുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനൊരു വലിയ സൗകര്യമുണ്ട്. ഈ അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയയുടെ ഒക്കെ കേസെടുത്താൽ നമ്മൾ സങ്കല്പിക്കാനാവാത്ത പണം കിട്ടും. അപ്പൊ ഈ ധനമോഹത്തിന്റെ ആർത്തിയുടെയും മുമ്പിലേ നമ്മുടെ നാട്ടിലേക്ക് ഏതാ കേസ് എന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിലെ ഈ പാവങ്ങളുടെ ജീവൻ കുരുതി കൊടുക്കാനും കരിച്ചു കളയാനും വേണ്ടി കൊണ്ടുവരുന്ന അന്താരാഷ്ട്ര മാഫിയയാണ്. അവരുടെ കേസെടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഏത് വക്കീലിനും ഇത് ആകാമോ, ഇതിലൊക്കെ ഒരു എത്തിക്സ്. അവർ പറയുന്നു കേസ് എടുക്കാതിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും വക്കീലന്മാർ. പക്ഷേ ഈ എടുക്കാമോ, ഏത് കേസും എടുക്കാമോ എന്നൊരു പ്രശ്നമുണ്ട്. ഒന്ന് രാജ്യദ്രോഹം, ഒന്ന് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും കൂട്ടക്കൊല ചെയ്യുന്നൊരു സംവിധാനം, അതൊക്കെയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ അത്ഭുതകരമായ വിധത്തിലാണ് നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം മാറി വന്ന ഗവൺമെൻറ് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാളോ രണ്ടാളോ ഉള്ള പാർട്ടിയാണ്. ആന്റണി രാജു പിളർന്ന് നിൽക്കുന്ന അറിയാലോ, കേരള കോൺഗ്രസിലെ ഒടുവിലത്തെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലെ ഒരു നേതാവിന് പോലും എന്തുമാത്രം ഭരണകൂടത്തെ സ്വാധീനിക്കാൻ കഴിയുന്നു. അതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. 90-ൽ ആ കേസ് പിടിക്കുന്നു. സ്വാഭാവികമായ തെളിവുകൾ സഹിതം 10 വർഷത്തേക്കെങ്കിലും മിനിമം തടവ് കൊടുക്കേണ്ടതാണ്. ആ ഓസ്ട്രേലിയൻ പൗരനെ തടവിന് വിധിക്കുന്നു. ഇയാൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമ്പോഴാണ് രാജു ഈ കേസ്, രാജുവിൻ്റെതല്ല, രാജുവിൻ്റെ സീനിയർ വക്കീലായിരുന്ന ഒരു ലേഡി വക്കീലാണ്. അവരുടെ ജൂനിയറായിട്ട് കേസ് മുഴുവൻ നടത്തിയത് ആന്റണി രാജുവാണ്. സീനിയറിനൊക്കെ കിട്ടിയിരിക്കാം. അപ്പോൾ ആന്റണി രാജുവാണ് പുഷ്പം പോലെ ആ കേസ് ജയിച്ച് അത്ഭുതപ്പെടുത്തിപ്പോയി എല്ലാവരും. കാരണം ആദ്യം ഞെട്ടിപ്പോയത്, കാരണം മുനിസിപ്പൽ കോടതി എല്ലാ തെളിവുകളും വെച്ച് 10 വർഷത്തേക്ക് വിധിച്ചൊരു കേസിന് ഒരു തെളിവും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടുകയാണ്. ഇതാണ് കേസ്. അപ്പോൾ ആദ്യം ഞെട്ടിപ്പോയത് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ എന്ന് പറയുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ആദ്യം ഞെട്ടിപ്പോയത്. അദ്ദേഹത്തിന് ന്യായമായി സംശയം തോന്നി. അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം, ഈ ഹൈക്കോടതിയിൽ നിന്നാണല്ലോ ഈ രേഖകൾ തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടത് ആണ്, തൊണ്ടി മുതൽ മാറിയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കി. അത് അന്വേഷിക്കാൻ ഹൈക്കോർട്ടിനുള്ള ഇന്റലിജൻസ് ഉണ്ടല്ലോ, നമ്മുടെ ജുഡീഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, അവരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി DGP കൊടുത്തു. DGP അത് ചെയ്തു. അവർ കൃത്യം കാര്യം മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കി വന്നപ്പോൾ അവർ പരാതി കൊടുത്തു. വഞ്ചിയൂർ കോടതിയിൽ തിരുവനന്തപുരത്ത് കേസ് കൊടുത്തു. ആ കേസും എവിടെ എത്താതെ പോയി. ഇതിന് തെളിവൊന്നുമില്ല. കാരണം ആന്റണി രാജു എവിടെയും ഇല്ലല്ലോ ചിത്രത്തിൽ. ആന്റണി രാജു കേസിലെ വക്കീലാണ്, അതിലപ്പുറത്ത് എവിടെയും ഇല്ല ചിത്രത്തിൽ എന്ന് വന്നു. അങ്ങനെ അത് വീണ്ടും മുങ്ങിപ്പോയി. ആലോചിച്ച് നോക്കൂ, നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അതിൽ 2 പേരെ നമ്മൾ അഭിനന്ദിക്കണം. ഏറ്റവും ആദ്യം അഭിനന്ദിക്കേണ്ട ഈ ജയമോഹൻ എന്ന് പറയുന്നത് വിട്ടുകൊടുക്കാതെ എത്ര കാലമായി, 34 കൊല്ലമായി ഈ കേസിന്റെ പിന്നാലെ ആ മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. നീതിബോധമുള്ള ഉദ്യോഗസ്ഥന്മാർ, യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറ്റിയേറ്റ് പോയിട്ടില്ല എന്നുള്ള ഒന്നർത്ഥം. എന്നിട്ടും അദ്ദേഹം വിട്ടില്ല. അന്നത്തെ DGPക്ക് പരാതി കൊടുത്ത് എവിടെ എത്തിയില്ല. പോലീസ് ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു നേതാവിനെ തൊടാൻ പോയില്ല. പിന്നെ അദ്ദേഹം DGP ആയിട്ട് TP സെൻകുമാർ വന്നു. അപ്പോഴും ഈ കേസ് സെൻകുമാർ പക്ഷേ അത് ജെനുവിനായിട്ട് എടുത്തു. സെൻകുമാർ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോഴാണ് കൃത്യമായി കാര്യം മനസ്സിലായത്. ഇത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വത്തുക്കളൊക്കെ ഇദ്ദേഹത്തെ വെറുതെ വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിലിരുന്ന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ സകല കസ്റ്റഡി മുതലും അദ്ദേഹത്തിൻ്റെ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നത് വിട്ടുകൊടുക്കണമല്ലോ, വിചാരണ തടവിൽ നിന്ന കാലം. അപ്പോൾ അത് വിട്ടുകൊടുത്ത കൂട്ടത്തിൽ ആണ് ഇത് കൈമാറ്റം ചെയ്തത്. അതൊക്കെ ഈ
അണ്ടർ ഈ നമ്മുടെ ഇന്നേഴ്സ്. അപ്പോൾ ഇദ്ദേഹം ഇത് കൊണ്ടുപോയി. ആന്റണി രാജു ഇത് വാങ്ങിയപ്പോഴും തിരിച്ചു കൊടുത്തപ്പോഴൊക്കെ ഒപ്പിട്ട് കൊടുത്ത ആന്റണി രാജുവാണ്. അതുപോലെ തെളിവ് അദ്ദേഹമല്ലേ ഉത്തരവാദി, കൊടുത്തിട്ടുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് ഇവർക്ക് പറ്റുന്ന ഒരു തെളിവ് ഏത് ക്രിമിനലും അവശേഷിപ്പിക്കുന്നാണല്ലോ പറയുക. ചെയ്തതെന്ന് വെച്ചാൽ ഈ ജെട്ടിയൊക്കെ വെട്ടി മാറ്റിയിട്ട് ചെറിയൊരു ജെട്ടിയാക്കി, കുഞ്ഞുങ്ങൾക്കിടാൻ പറ്റിയൊരു സാധനം, അങ്ങനെയാണ് വെറുതെ കളഞ്ഞു. ഈ ജെട്ടിയാണോ തെളിവ്, ഇത് ഇവന്റെ ജെട്ടി അല്ലാന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വിട്ടത്. അപ്പൊ എങ്ങനെ ജെട്ടി ചെറുതാക്കിയത് വിട്ടുകൊണ്ടുപോയിട്ട് ചെറുതാക്കിച്ചപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഓർക്കാത്തൊരു കാര്യം, ആ ജെട്ടിയുടെ ബാക്കി ഭാഗം തുന്നിയ നൂലുകൊണ്ടല്ലല്ലോ പിന്നെ തുന്നുക. ഇത് വെട്ടി ചെറുതാക്കിയിട്ട് ഈ വെട്ടിയ ഭാഗം തുന്നുന്നത് പുതിയ നൂലുകൊണ്ടായിരിക്കുമല്ലോ. അത് മറ്റൊന്ന് ഫോറൻസിക് പരിശോധന കൊടുത്തു, ടി പി സെൻകുമാർ അയച്ചു. അപ്പോൾ മനസ്സിലായി ഇത് രണ്ട് നൂലാണ്, രണ്ട് കാലത്ത് തുന്നിയതാണ്, രണ്ട് രാജ്യത്ത് തുന്നിയതാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഒരേ കളർ ആണെങ്കിൽ പോലും രണ്ട് രാജ്യത്ത് രണ്ട് നൂലാണ് എന്നുള്ളത് ഫോറൻസിക് മനസ്സിലാവും. കാലപരിശോധനയൊക്കെ മനസ്സിലാവും, കാലപഴക്കമൊക്കെ മനസ്സിലാവും. അതാണ് ഒരു തെളിവ്. അതുകൊണ്ടുകൂടി ആന്റണി രാജുവും പ്ലസ് ഇത് അറിഞ്ഞുകൊണ്ട് ഇത് കൊടുക്കുകയും തിരിച്ച് അത് മാറ്റി അടിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇത് തിരിച്ചു വാങ്ങി വെക്കുകയും ചെയ്ത ഒരു ബെഞ്ച് ക്ലാർക്ക് അവരായിരിക്കും കസ്റ്റോഡിയൻ. ബെഞ്ച് ക്ലാർക്കിന് ജോസ് എന്നോ മറ്റോ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പ്രതികളാണെന്ന് പറഞ്ഞിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ ആന്റണി രാജു അതിനെതിരെ എൻ്റെ പേരിൽ അന്വേഷണം നടത്താൻ പാടില്ല, എന്നെ ഇതിൽ ഒഴിവാക്കണം, ഇത് എന്നോ വിട്ടുപോയ കേസാണ്, അയാളെ ഹൈക്കോടതി വെറുതെ വിട്ട് അയാൾ സ്വന്തം നാട്ടിലേക്ക് പോയിട്ട് 10-30 കൊല്ലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആന്റണി രാജു എപ്പോൾ മന്ത്രിയായിരിക്കുമ്പോൾ പോലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. പക്ഷേ ഒച്ചപ്പാടായി. കാരണം ആവശ്യമായ തെളിവുകളോടെയാണല്ലോ കേരള പോലീസിന്റെ തന്നെ DGP പദവിയിലിരുന്ന TP സെൻകുമാർ ഉൾപ്പെടെ കണ്ടെത്തി പറയുന്നത്. ഉത്തരവാദപ്പെട്ട മാത്രമല്ല ഈ കോടതിയുടെ വിജിലൻസ് ആണല്ലോ കണ്ടെത്തിയത്. അപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റാതെ, ഗവൺമെന്റ് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. അതുകൊണ്ട് ആന്റണി രാജുവിന്റെ മന്ത്രിപ്പണി കഴിയുന്നത് വരെ ഗവൺമെന്റ് കാത്തു നിന്നു. മന്ത്രിപ്പണി കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ആ മന്ത്രിപ്പണി കൊടുത്ത പിണറായി ഗവൺമെന്റിന്റെ പോലീസ് തന്നെ ആന്റണി രാജുവിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. ഇത് ആന്റണി രാജുവിനെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയല്ല, അദ്ദേഹം പ്രതി തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്ക് ദൈവാധീനം പോലൊരു സാധനം കൂടി വന്നു. തെളിവ് രണ്ട് ഭാഗത്തുനിന്ന് വരുമല്ലോ, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഭാഗത്തുനിന്ന് വരും, പിന്നെ ഒരു കാവ്യനീതി പോലെ ദൈവവും കൊണ്ട് കൊടുക്കുമല്ലോ. ദൈവാധീനം പോലെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റർപോളിൽ നിന്ന് അടിയന്തരമായി കേരള പോലീസിന് വിവരം ലഭിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ചങ്ങാതി സാൽവദോർ മറ്റവന്റെ പേര്, ഓസ്ട്രേലിയൻ പൗരൻ മെൽബണിലെ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. ജയിലിലാവാൻ കാരണം ഇവന്റെ കയ്യിൽ അതല്ലേ ഉള്ളൂ. ഒരു കൊലപാതകം, ഒരു മനുഷ്യനെ കൊന്ന കേസിൽ, നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയ കേസിൽ അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇവന്റെ ആത്മഗതം കൂട്ടുപ്രതികളോടോ അല്ലെങ്കിൽ കൂടെയുള്ള സഹതടവുകാരോടോ പറയുമല്ലോ. അപ്പറഞ്ഞ കൂട്ടത്തിൽ ഞെട്ടിക്കുന്ന ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. സഹതടവുകാർ പോയി പോലീസിലെ അവിടുത്തെ ജയിൽ മേധാവികളെ അറിയിച്ചതാണ്, ഇയാള് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസിൽ നിന്ന് കൈക്കൂലി കൊടുത്ത് സമർത്ഥമായിട്ട് ജെട്ടി മാറ്റി രക്ഷപ്പെട്ടു പോകുന്നയാളാണ് എന്ന് അവിടെ വിവരം കിട്ടി. അവർ കുറെ കൂടി സത്യസന്ധരാണ്. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞ വിവരമല്ലേ, അവിടുത്തെ കേസല്ലേ, അത് 30 കൊല്ലമോ 34 കൊല്ലം മുമ്പ് തീർന്നു പോയതല്ലേ എന്നൊന്നും അവർ വിചാരിച്ചില്ല. നീതിയുടെ പ്രശ്നമാണല്ലോ, അവർക്ക് തോന്നിയ നീതിയാണല്ലോ. ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നയാൾ, അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ കൂട്ടുനിന്ന കൂട്ടുപ്രതികൾ, ആ കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടില്ല. ഇയാൾ ശിക്ഷിക്കപ്പെട്ടത് മറ്റൊരു കേസിൽ ഇപ്പോൾ അയാൾ കൊലപാതകയായതുകൊണ്ടാണ്, കർമ്മഫലമാണ്. അതേസമയത്ത് ഈ കേസിൽ ഇയാളെ കൈക്കൂലി വാങ്ങി ആ രാജ്യത്തെ മുഴുവൻ ദ്രോഹിച്ച ആരൊക്കെയോ പ്രതികൾ അവിടെ കാണുമല്ലോ. ഇന്റർപോൾ ആ വിവരം നമ്മുടെ പോലീസിനെ അറിയിച്ചു. അതും കൂടി തെളിവായി. ഈ രണ്ടു തെളിവും കൂടി വന്നപ്പോൾ ഇപ്പം നിവൃത്തിയില്ലാതെ ആന്റണി രാജുവിനെ അടിയന്തരമായി വിചാരണ ചെയ്യണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഈ രണ്ടും വെച്ചിട്ടാണ്, ഇതാണ് കേസ്. ഇത് കൃത്യമായൊരു തെളിവ് ഇപ്പോൾ ഉണ്ടല്ലോ. അതായത് ഫോറൻസിക് റിപ്പോർട്ട്, പരിശോധനാ ഫലമുണ്ട്, അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ സാഹചര്യ തെളിവുകളുണ്ട്. ഇത് വെച്ച് ഒരു വിചാരണയ്ക്ക് പോവുകയാണെങ്കിൽ ആന്റണി രാജു ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. യാതൊരു സംശയവുമില്ല. നീതിപൂർവമായ കേസ് നടക്കാൻ തെളിവെടുപ്പ് ഇനി എന്ത് തെളിവെടുക്കാനാന്നേ. ആഗോളതലത്തിൽ ഇപ്പോൾ ആ പ്രതിയുടെ ഭാഗത്ത് നിന്നുള്ള കൃത്യമായ വിവരം ഇന്റർപോൾ വഴി കേരള പോലീസിന് കിട്ടിയിട്ടുണ്ട്. തൊണ്ടി മുതൽ മാറിയതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടുമുണ്ട്. തൊണ്ടി മുതൽ സ്വീകരിക്കുമ്പോഴും തിരിച്ചു കൊടുക്കുമ്പോഴും ഒപ്പിട്ട് കൊടുത്ത വക്കീൽ ആന്റണി രാജു ആണ് താനും. അതിലപ്പുറത്ത് ആന്റണി രാജുവിന് അത്രമല്ല, അയാൾ മാത്രമല്ല, ഇത് കൊടുത്തവനും വാങ്ങിയവനും പ്രതിയാണല്ലോ. കൊടുക്കാൻ നിന്ന് വലിയ കാശ് വാങ്ങിയിട്ടുണ്ടാവും ഈ ജോസ് എന്ന് പറയുന്ന ബെഞ്ച് ക്ലാർക്ക്. അയാളും രാജുവാണ് പ്രതി, ആന്റണി രാജുവും ജോസുമാണ് പ്രതി.
രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കേണ്ടി വരും. യാതൊരു നിവൃത്തിയില്ല. വേറെ ഒരു ഓപ്ഷനും ഇല്ല കോടതിയുടെ മുമ്പിൽ. രക്ഷപ്പെട്ടു പോരാനുള്ള വഴികളൊക്കെ ഇനി എല്ലാം അടഞ്ഞിരിക്കുന്നു. കാരണം രക്ഷപ്പെടാൻ ഇന്ത്യൻ പീനൽ കോഡ് ഉപയോഗിക്കാവുന്ന എല്ലാ വകുപ്പുകളും ആന്റണി രാജു ഇതിനകം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ മൂർച്ച തേഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഒരു ലൂപ്പ് ഹോൾസും ഇല്ല, ഒരു ലൂപ്പ് ഹോളും ഇല്ല. ആന്റണി രാജു ശിക്ഷിക്കപ്പെടും. എത്രയും നേരത്തെ ശിക്ഷിക്കപ്പെട്ടാൽ അത് ഇന്ത്യൻ കോടതികളും ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യയിലെ ഈ ലോ ആൻഡ് ഓർഡറും ക്രമസമാധാന പാലന രംഗത്ത് ഒരു വലിയ മാതൃകയായിരിക്കും. തീർച്ചയായും എല്ലാവർക്കും അതായിരിക്കുകയും വേണം. ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഗൗരവം, ചെയ്ത കുറ്റം ചില്ലറ കുറ്റമല്ല, കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം, ഈ കേസെടുക്കുന്നതിൽ വക്കാലത്തെടുക്കുന്നതിലെ നൈതികതയില്ലായ്മ, ഭരണകൂടത്തിലെ സ്വാധീനം ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന ഇടപെടൽ രക്ഷപ്പെടലുകൾ, അതിനൊക്കെയുള്ള അത്തരക്കാർക്കൊക്കെയുള്ളൊരു വലിയ പാഠമായിരിക്കും ഇത്. ആന്റണി രാജുവിന് നമ്മൾ സാധാരണഗതിയിൽ ആളുകൾ രക്ഷപ്പെട്ടെന്നാ പ്രാർത്ഥിക്കുക. ആന്റണി രാജുവിന് തക്ക ശിക്ഷ എത്രയും വേഗം കിട്ടണമേ എന്നാണ് മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കും. കാരണം ഇനി ഇങ്ങനെ ഒരു ആരും വക്കീലാന്മാരായാലും ആരായാലും ഇങ്ങനെ ഒരു നീതികേടിന് വേണ്ടി, ഞാനൊരു മോഷണ കേസാണെങ്കിൽ ഇത് പറയില്ല. കേസിനുണ്ടല്ലോ ഒരു നമ്മളൊരു പ്രയോറിറ്റി. അതെ അതെ അതെ, ഇതൊരു തലമുറ നശിപ്പിക്കുന്ന അബദ്ധത്തിലൊരു മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യയാണെങ്കിൽ പോലും ഞാനത് പറയില്ല. പക്ഷേ ഇത് കേസ് വേറെയാണ്. അതെ അതെ, നമ്മുടെ തലമുറകളെ നശിപ്പിക്കാൻ അന്താരാഷ്ട്ര മാഫിയക്ക് കൂട്ടുനിൽക്കുക, അവരുടെ കേസ് നടത്തുക. ഇത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. ചെറിയ കേസല്ല, അങ്ങനെ വിടാൻ പറ്റിയൊരു കേസല്ല. എന്തായാലും രണ്ടുപേരെ ഞാൻ പറഞ്ഞ രണ്ടുപേരെ നമുക്ക് ഒരിക്കൽ കൂടി അഭിനന്ദിക്കണം. അതൊന്ന് TP സെൻകുമാർ സാറിനെയാണ്. അദ്ദേഹം രാഷ്ട്രീയമായി എന്ത് നിലപാട് പിൽക്കാലത്ത് എടുത്തു എന്നല്ല, നീതിക്ക് വേണ്ടി പൊരുതി. അദ്ദേഹം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വളരെ. അത് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ തിളക്കം വർദ്ധിക്കുന്നു എന്ന് തന്നെ. രണ്ട്, ഈ ജയമോഹൻ എന്ന് പറയുന്ന പോലീസിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനാണല്ലോ, അദ്ദേഹം അത് വിടാതെ പിന്തുടരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിന് ഒരു സല്യൂട്ട്. തീർച്ചയായും. എന്തായാലും നീതി പുലരട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.